നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ സൈറ്റിലെ പ്ലംബിംഗ് കൺസീൽ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് മൊത്തം വാട്ടർ പോയിന്റുകൾ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിനു ശേഷം വാട്ടർ ലെവൽ ചെയ്ത് ഹൈറ്റ് ഏതാണ്ട് ഒരേപോലെ തന്നെ എല്ലാ ബാത്റൂമിൽ കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് കട്ടിങ്ങും ചിപ്പിങ്ങും ആരംഭിക്കുന്നത്. എല്ലാ ബാത്റൂമും നമ്മൾ കട്ടിങ്ങും ചിപ്പിങ്ങും തീർത്തതിന് ശേഷം മാത്രമേ പൈപ്പിംഗ് വർക്കിലേക്ക് കടക്കാറുള്ളൂ. ഇവിടെ നമുക്ക് പ്ലാനിൽ മൊത്തം തന്നിട്ടുള്ളത് 4 ബാത്റൂമാണ്. ഏകദേശം 4 ബാത്റൂമും ഒരേ പാറ്റേണിൽ തന്നെയാണ്. പിന്നെ ഇവിടെ CPVC പൈപ്പ് ഉപയോഗിച്ച് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആഴത്തിൽ പൊളിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ PVC പൈപ്പിനെ ഉപേക്ഷിച്ച് CPVC പൈപ്പിന് അല്പം കനം കുറവായതുകൊണ്ട് കുറച്ച് ചിപ്പ് ചെയ്താൽ മതിയാവും. ഇവിടെ ഡൈവട്ടറും കൺസീൽഡ് ഫ്ലഷ് ടാങ്കുമാണ് ഈ ബാത്റൂമിൽ മൊത്തം വരുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു ബാത്റൂം കൺസീൽഡ് ചെയ്ത് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ബാത്റൂമാണ്. ഇവിടെ നമ്മൾ ഡൈവട്ടർ ചെയ്തിട്ടുണ്ട്. ഹീറ്ററിന്റെ ലൈനെല്ലാം ഈ കാണുന്ന. പിന്നെ ഇവിടെ ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കണം. ഒരു ബാത്റൂമിൽ സുരേഷനും സുധീറും കൂടെ ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഫ്ലഷ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ്. വാട്ടർ ലെവൽ ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ ഒക്കെ ഫിനിഷിങ് ഫ്ലോർ ലെവൽ എടുത്തുകൊണ്ട് അതിൽ നിന്ന് ഉള്ള വാട്ടർ ലെവൽ വെച്ചിട്ടാണ് ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം പോലും നമുക്ക് ഫിനിഷിങ് ടൈമിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഈ ബാത്റൂമിൽ ചെയ്തേക്കുന്ന ഇത് ഗ്രോഹിയുടെ ഡൈവട്ടറാണ്. നമ്മളിപ്പോൾ ഇതിൽ ഹീറ്റർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഹീറ്റർ ഇപ്പം എല്ലാം താഴെ കാണിച്ച അതേപോലെ ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇതിലിപ്പോൾ നമ്മൾ സോളാറിൻ്റെ ലൈൻ ചെയ്യാനായിട്ടാണ് ഒരു ടീ ഇട്ടേക്കുന്നുണ്ട്. ആ കൈ വെച്ചേക്കുന്ന സ്ഥലത്തുള്ള ആ ടീ അത് പുറത്തോട്ട് ചെയ്തിട്ടേക്കാണ്. വാളിൻ്റെ പുറത്തോട്ട് നമ്മൾ ലൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാവിയിൽ അവർക്ക് സോളാർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് സോളാർ ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ചെയ്തിട്ടേക്കുന്നത്. ഇതിപ്പോൾ വാഷ് ബേസിനും ഒരു ഷവറും ഒരു ക്ലോസറ്റും ഇത് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഫിനിഷ് ചെയ്തിട്ടേക്കുന്ന വാൾ ഹാങ്ങിങ് ക്ലോസറ്റിൻ്റെ ഫ്ലഷ് ടാങ്കാണ്. ഇപ്പം നമ്മൾ മൊത്തം കെട്ടി അടയ്ക്കും. ആ ക്ലോസറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് വരുന്ന ഭാഗം മൊത്തം ഒരു ബോക്സ് ആയിട്ട് നമ്മൾ കട്ടയ്ക്ക് കെട്ടി അടച്ചതിന് ശേഷം അത് ടൈലിട്ട് ഒരു ബോക്സ് രൂപത്തിലായിരിക്കും വരുന്ന. ആ വാള് ഫുള്ള് കെട്ടി അടയ്ക്കുന്നതാണ്. ആ ഒരൊറ്റ ലെവലിൽ ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള രീതിയിൽ അത് ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ടർ പ്രൂഫും പരിപാടികളും കോൺക്രീറ്റും എല്ലാം ഇതിൽ പണി ബാക്കിയാണ്. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കാണിച്ചു തരുന്നതാണ്. ഇപ്പം ഫിനിഷ് ചെയ്ത് നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരു ബാത്റൂമിൽ ഇങ്ങനെ കാണിച്ചാൽ. ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമാണ്. താഴത്തെ ലൈൻ വന്നേക്കുന്നത് ഒന്ന് ഹാളിലെ വാഷ് ബേസിൻ്റെ ലൈൻ കൊണ്ടൊന്ന് ആര് കണക്ട് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ലൈൻ വാട്ടർ ലൈൻ നമ്മൾ കട്ട് ചെയ്ത് ഈ ബാത്റൂമിൽ തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. വാഷ് ബേസിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ മേളത്തെ പോലെ തന്നെയാണ് ഷവർ, ഹീറ്ററിൻ്റെ ലൈന് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് പിന്നെ നമ്മൾ എപ്പോഴും ടൈലിൻ്റെ ഒരു കനം പുറത്തോട്ട് തള്ളിയായിരിക്കും നമ്മൾ പോയിന്റുകൾ ചെയ്ത് വെക്കുന്നത്. കാരണം പിന്നെ ഒരു സമയത്ത് നമുക്കിത് എക്സ്റ്റൻഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെയാണ്. ഫ്ലഷ് ടാങ്ക് സെയിം ഇത് തന്നെയാണ്, പൊസിഷൻ തന്നെയാണ് വരുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബാത്റൂമിനും ഒരേ പാറ്റേൺ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിലെ. ഇതിപ്പോൾ മേളിൽ കാണുന്ന ലൈനില്ലേ, അതാണ് നമ്മൾ ഇവിടെ സോളാറിന് വേണ്ടി ചെയ്തിട്ടേക്കുന്നത്. താഴെ നമുക്ക് ചെവര് പുറത്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഔട്ട് സൈഡ് ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പം നമുക്ക് പുറത്തോട്ട് കളയേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ മേളിൽ കൂടെ കട്ട് ചെയ്ത് ഷെയ്ഡിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഭാവിയിൽ സോളാർ ലൈൻ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, ശരി.